അയ്യപ്പേട്ടാ, നമ്മുടെ കേരളത്തിലെ പുതിയ സഖ്യം വന്നിട്ടുണ്ട്. ഗോവിന്ദമാമൻ പറഞ്ഞതാ, മഴവിൽ സഖ്യം. മഴവിൽ സഖ്യം ആരൊക്കെയാണെന്ന് അറിയാമോ? അത് ഞാൻ പറഞ്ഞുതരാം. SDP, ജമാഅത്തെ ഇസ്ലാമി, SUCI, കോൺഗ്രസ്, BJP. അപ്പൊ ആ സഖ്യത്തിന് മനസ്സിലായല്ലോ. ഈ ഗോവിന്ദമാമന് ഇടക്കിടക്ക് നട്ടുപോകും. നിങ്ങൾ പറയുന്ന പോലെ ഗോവിന്ദമാമൻ നട്ടൊന്നും പോവുന്നില്ല. ഗോവിന്ദമാമൻ എന്ന് പറഞ്ഞാൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അദ്ദേഹം വെറുതെ സംസ്ഥാന സെക്രട്ടറി ആയ ആളല്ല. അദ്ദേഹം പാർട്ടി ക്ലാസ്സുകളൊക്കെ എടുത്തിട്ടുള്ള പാർട്ടി ക്ലാസ്സിലെ ഈ ബൗദ്ധികമായ ചിന്തകൾ ഒക്കെ സംസാരിക്കുന്ന ഒരാളാണ്. നിങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം തരുന്നതിന് നമ്മൾ പറയും നിങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അതിന് അദ്ദേഹം ബൗദ്ധികമായി പറയുന്നത് ദാഹജലം തരൂ ഞാനൊന്ന് കുടിച്ചോട്ടെ എന്ന് പറയും. ദാഹജലം തരൂ ഞാനൊന്ന് തൊണ്ട നനച്ചോട്ടെ എന്ന് പറയും. അങ്ങനെയുള്ള ഗോവിന്ദമാമനെയൊക്കെ നിങ്ങൾ എന്തായി പറയുന്നത്? അതായത് അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം ഭയങ്കര കണ്ടുപിടുത്തമാണ്. SDP, SUCI, ജമാഅത്ത്, കോൺഗ്രസ്, ഇതിൽ ജമാഅത്തും ഈ പറയുന്ന SUCI-യും BJP-യും ഒക്കെ ഒരു പാത്രത്തിൽ നിന്ന് ഉണ്ണും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഇനി SUCI മാറ്റി നിർത്ത്. ജമാഅത്തെ ഇസ്ലാമി SDP ഉള്ളിടത്ത് BJP എങ്ങനെ വരും? BJP എങ്ങനെ ജമാഅത്തായിട്ടൊക്കെ ചേരും? അപ്പൊ ഇതിൽ വേറൊന്നുമല്ല. ഇതിനകത്ത് നമ്മൾ ഒരു പഴഞ്ചൊല്ലൊക്കെ പറയുമല്ലേ, കാര്യം എങ്ങനെ തോൽപ്പിക്കാം എന്നുള്ളൊരു പഴഞ്ചൊല്ലുണ്ട്. ഈ എങ്ങനെ തോൽപ്പിക്കാം എന്ന് വെച്ചാൽ അൾട്ടിമേറ്റ് അതങ്ങ് ചെയ്യുക. അതായത് ഈ ആശമാരുടെ സമരം ഇവര് വിചാരിച്ച പോലെ ഒതുക്കി തീർക്കാൻ പറ്റില്ല. പല തന്ത്രങ്ങൾ പയറ്റിയല്ലോ ചേട്ടാ. ഇവർ പറയുന്ന ഇടുക്കിയിലെ പെമ്പിള ഒരുമയെ ഒതുക്കി തീർത്തല്ലോ, അതുപോലെ ഒരു കളി ഇവർ കളിച്ചു നോക്കി. അതിന് കരിമുക്ക ഈ കരിമുക്ക ഒരു കളി എന്ന് ഇറക്കിയതാണ്. ആ കളി ചീറ്റിപ്പോയി. പിന്നെ പല ഇക്കമാരും പല കളികളും കളിച്ച് ചീറ്റിപ്പോയി. ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്ന പൊതുജനം ഇവരുടെ കൂടെയാണ് നിൽക്കുന്നത്. ഈ പറയുന്ന ഇപ്പൊ 28,000 ഭയക്കുന്നുണ്ട് തീർച്ചയായിട്ടും. കാര്യം ഈ ഭരണം തീരാൻ പോകുന്ന ഈ അവസരത്തിൽ ഇത്തരത്തിൽ പൊതു സമൂഹത്തിന്റെ ഒരു പിന്തുണ നിങ്ങൾ ആ സമരം നടക്കുന്ന ഭാഗത്തോട് പോയി അറിയാം. ഓട്ടോറിക്ഷ തൊഴിലാളികൾ, പിന്നെ കോമൺ ആയിട്ടുള്ള ആൾക്കാർ, പെൻഷൻ പറ്റിയിരിക്കുന്ന ആൾക്കാർ, ഏത് രാഷ്ട്രീയ പാർട്ടിയെന്നില്ല, അവർക്കൊരു രാഷ്ട്രീയം മനസ്സിലുണ്ട്. ഈ രാഷ്ട്രീയം മനസ്സിലിരിക്കുന്നത് അത് മനസ്സിലേ ഉണ്ടാവുള്ളൂ. ഇവർക്ക് സപ്പോർട്ടാ, ഹാർഡ് കോർ സപ്പോർട്ടാ. ഇത് ജെന്യൂനായ ഒരു ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് ചേട്ടാ, ഈ ഓട്ടോറിക്ഷ തൊഴിലാളികളൊക്കെ സപ്പോർട്ടാന്ന് പറഞ്ഞില്ലേ, സാധാരണക്കാരൻ സപ്പോർട്ട് ചെയ്യുന്ന എന്തോന്നാന്ന് അറിയോ? അവരെ ഏറ്റവും ആഴത്തിൽ ഇവർ തൊട്ടറിഞ്ഞത്, സാധാരണക്കാരൻ തൊട്ടറിഞ്ഞത് കോവിഡിന്റെ സമയത്താണ്. ആ സമയത്ത് ചെയ്ത ഉപകാരം അവര് സേവനമായിട്ടാണ് ചെയ്തത്. അവർക്ക് ഈ ഒരു ചെറിയ തുച്ഛമായ തുകയെങ്കിലും കിട്ടുന്നത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞാലും, ആരും എത്ര രൂപ കിട്ടുമെന്ന് പറഞ്ഞാലും പോകാതിരുന്ന ഒരു സമയമാണ്, ഇറങ്ങി നടക്കാതിരുന്ന ഒരു സമയത്ത് ഇവരെ ഒരു വീട്ടിലെ അടുത്ത മുറിയിലുള്ള കോവിഡ് രോഗിക്ക് ആഹാരം കൊടുക്കാൻ ആ വീട്ടിലുള്ളവർ തന്നെ അടച്ചിരുന്ന ഒരു സമയത്താണ് ഇവരൊക്കെ കയറി വന്ന് നമ്മുടെ കൂടെ ഡീറ്റെയിൽസ് ചോദിച്ച് നമുക്ക് ആഹാരം വരെ കൊണ്ടുതന്ന് ഡേ ടു ഡേ അപ്ഡേറ്റ്സ് അവർ എടുത്തുകൊണ്ടിരുന്നത് നമുക്കങ്ങനെ മറക്കാൻ പറ്റില്ല. മാത്രമല്ല, ഈ സാധാരണക്കാരന്റെ ഭാര്യമാരോ സഹോദരിമാരോ അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെയാണ് ഒരു ആശാ വർക്കർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇറങ്ങി നടക്കുന്നതിന്റെ ദണ്ണം എന്താണെന്നുള്ളത് സാധാരണക്കാരനറിയാം. ആ പേരിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് എന്നുള്ളത് അവരുടെ പ്രവൃത്തിയിലൂടെ ഈ കേരളത്തിന് കാണിച്ചു കൊടുത്തത്. അത് ഈ പറയുന്ന ഈ ഗവൺമെന്റ് രണ്ടാമതൊരിക്കൽ കൂടെ ഭരണത്തിൽ വരാൻ കാരണം ഇവരുടെ പ്രവർത്തനം അത് മറന്നുപോയി. ഇവർക്ക് 21,000 രൂപ ആക്കി ഉയർത്തുമെന്ന് പ്രകടന പത്രികയിൽ പറഞ്ഞ സർക്കാരാണ്. എന്നിട്ടാണ് ഇപ്പോൾ ഇവരുടെ നേരെ മുഖം തിരിച്ച് പറയുന്നത്. സത്യത്തിൽ നാണം കെട്ട പരിപാടിയാണ് ഈ സർക്കാർ ചെയ്യുന്നത്. ഗോവിന്ദനൊക്കെ ഇതൊക്കെ പറയാൻ എന്ത് യോഗ്യതയുണ്ട്? നമ്മൾ പറയുമ്പോൾ അധിക്ഷേപിക്കുക എന്നൊന്നുമല്ല. ഒരു ഡ്രിൽ മാഷായിരുന്നയാളാണ് അദ്ദേഹം. പാർട്ടി ക്ലാസ് എടുത്തിരുന്നിട്ടുണ്ടാവും. ഗോവിന്ദൻ മാഷെ ഇന്നും എല്ലാവരും ഗോവിന്ദൻ മാഷൻ തന്നെയാണ് പറയുന്നത്, അല്ലേ? പക്ഷേ ആ മാഷ എന്ന് വിളിക്കുന്ന ആ ഒരു വിളിക്ക് എന്തെങ്കിലും ഒരു മാന്യത അദ്ദേഹം കൽപ്പിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇത് ചെയ്യില്ലായിരുന്നു, അല്ലെ? അതെ, PK ശ്രീമതി പറഞ്ഞിട്ടുണ്ട് മറ്റൊരു കാര്യം. ഇപ്പോഴും ഞാൻ ഓർക്കുക, PK ശ്രീമതി പറഞ്ഞത്, അതായത് വീണ ജോർജിന് അനുകൂലമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓഫീസ് ഇത് പറഞ്ഞതിന് വീണ ജോർജിനെ പഴിക്കുന്നത് എന്തിനെ എന്നുള്ള രീതിയിലാണ് PK ശ്രീമതി പറഞ്ഞിരിക്കുന്നത്. നാണമില്ലേ ചേട്ടാ ഇവർക്കൊക്കെ ഇങ്ങനെ പറയാനായിട്ട്? ഈ പറയുന്ന മഴവിൽ സഖ്യം ഒന്നുമല്ല, ഈ സർക്കാർ ചെയ്യുന്ന അനീതിയാണ് ഇവരെ ഭയപ്പെടുത്തുന്നത്. ഇവർ അനീതിയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഇവർക്ക് കൃത്യമായിട്ടറിയാം.
അതായത് 26,000 പിന്നെ ആശാ വർക്കർമാരിൽ വെറും 1000-ൽ താഴെയാണ് ഇതിൽ പിന്നെ സമരത്തിൽ എന്നാണ് ഗോവിന്ദന്റെ പുതിയ ഭാഷ്യം. പിന്നെ CITU എന്ന് പറയുന്ന അവരുടെ സംഘടന തുടക്കം മുതൽ കാണിച്ച ചെറ്റത്തരം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. തുടക്കം മുതൽ കാണിച്ച ചെറ്റത്തരം നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ രണ്ടാമത് 1% പോലും, അതായത് ഈ ഇന്നലെ ഇവിടുന്ന് വീണ ജോർജ് പോയ ഈ യാത്രയിൽ 1% പോലും ഈ ആരോഗ്യമന്ത്രിയെ കാണുന്നതിന് അവർക്ക് ഇവിടെ ഒരു കൺഫർമേഷൻ കിട്ടിയില്ല. ഇപ്പം ശ്രീമതിയുടെ കാര്യം നിങ്ങൾ പറഞ്ഞില്ലേ, അവരുടെ ഓഫീസ് കാണിച്ച ഇവരെ പറയരുതെന്ന്. നമ്മൾ ഇന്നലെ സംസാരിച്ചപ്പോഴും പറഞ്ഞു, ഇവിടെ ആശാ വർക്കർമാരുടെ പ്രതിനിധികളുമായിട്ട് ഈ പറയുന്ന ആരോഗ്യമന്ത്രി ചർച്ച ചെയ്തു. ചർച്ച പൊളിഞ്ഞപ്പോൾ ഈ ചർച്ച പൊളിഞ്ഞു എന്നുള്ളതും ഈ ആരോഗ്യമന്ത്രിയെ പിന്നെ ആശാ വർക്കർമാർ സങ്കടത്തോടെ വരുമ്പോഴും അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചു വിടാൻ വേണ്ടി നാളെ പോകുന്നു എന്ന് പറഞ്ഞ് അവരുടെ ഓഫീസിൽ നിന്ന് വിളിച്ച് പറയുന്നത് വീണ ജോർജ് അറിയാതെ ആയിരിക്കും എന്ന് ചിന്തിക്കായിരിക്കും. നമ്മൾ മാത്രം കാര്യം ഞാൻ പറയട്ടെ, നമ്മൾ വീട്ടിൽ നിന്ന് ഒരു യാത്ര പുറപ്പെടുകയാണ്, നമ്മൾ പറയാണ് തിരുവനന്തപുരം പോവാണ്, എനിക്ക് ഇന്ന ഓഫീസിലെ ആവശ്യമുണ്ട്, വന്ന വഴിക്ക് പറ്റിയാൽ കേറും എന്ന് പറയുകയാണ്. ആ ഒരു സംഭവമാണ് ഇവിടെ. അതെ. അപ്പൊ വീണ ജോർജ് പോയത് ക്യൂബൻ പ്രതിനിധി സംഘത്തെ മാസങ്ങൾക്ക് മുമ്പ് ഫിക്സ് ചെയ്ത പരിപാടിക്ക് വേണ്ടിയിട്ടാണ്. അതെ, ഇവര് പറയാത്തത് ആരുടെ കുഴപ്പമാണ്? ഇവരതിന് ചേട്ടാ ഇന്നലെ ചർച്ച ഞാൻ പറഞ്ഞല്ലോ, ഇവർ വിചാരിച്ചത് പെട്ടെന്ന് ഇവരുടെ ചർച്ചയ്ക്ക് ശേഷം അപ്പോൾ ഇവർക്കെതിരെ വന്നുകൊണ്ടിരിക്കുകയാണ്, പരിഹസിച്ചും ഭീഷണിപ്പെടുത്തിയുമാണ് ആശാ വർക്കർമാരെ ആ ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോരേണ്ടി വന്നത് എന്നുള്ളത് സങ്കടത്തോടെ അവർ പറയുന്ന നിമിഷത്തിലാണ് അടുത്ത അറിയിപ്പ് വരുന്നത്. അടുത്ത നാടകമാണത്. ഇതാ വീണ ജോർജ് ഡൽഹിക്ക് പറക്കുന്നു എന്നുള്ള കാര്യം വരുന്നത്. ആ കാര്യം വരുമ്പോൾ അവർ ഉദ്ദേശിച്ചത് എന്താണ്? തിരിച്ചു വരുന്നത് വരെ ഇവർക്ക് അനുകൂലമായ ഒരു നിലപാട് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ആശാ വർക്കർമാരിലും പൊതുജനങ്ങളിലും ഉണ്ടാക്കാമെന്നുള്ളതായിരുന്നു. പക്ഷേ അത് എന്താ പറയാ, ചീറ്റിപ്പോയി. അതെ, നനഞ്ഞ പടക്കമായി പോയി. ആ നനഞ്ഞ പടക്കത്തിന്റെ എന്താ പറയാ വൈമനസ്യമാണ് മാധ്യമപ്രവർത്തകർ ഇത് ചോദിച്ചപ്പോൾ, ചമ്മലാണ് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അവർ പൊട്ടിത്തെറിക്കാനുണ്ടായ സാധ്യത അമ്മയുടെ നെഞ്ചത്ത്. അത്രേ ഉള്ളൂ. ഏതായാലും ഒരു കാര്യം നമുക്ക് പറയേണ്ടതുണ്ട്. വീണ ജോർജിന്റെ ബാഗിനെ കുറിച്ച് വാർത്തയുണ്ട്. വീണ ജോർജിന്റെ ഒരു ബാഗ് ഉണ്ട് ചേട്ടാ. ആ ബാഗിന്റെ വില കേൾക്കണം നമ്മള്. വില എന്ന് പറയുന്നത് 10,000 മുതൽ 1,00,000 രൂപ വരെ വില വരുന്ന ബാഗാണ്. എംപോറിയ അർമാനി എന്ന് പറയുന്ന ലോകോത്തര ബ്രാൻഡിന്റെ ബാഗാണ്. ഇതിപ്പോ വീണ ജോർജ് ഉപയോഗിക്കുന്നത് നമുക്ക് എന്ത് പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കൊരു ചുക്കില്ല. പക്ഷെ ലാളിത്യവും എന്താ പറയുക, ലാളിത്യം വേറെ എന്തോ ഒരു വാക്കൊക്കെ ഉണ്ടല്ലോ ചേട്ടാ, അങ്ങ് ഡൗൺ ടു എർത്ത് ആയിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ഞങ്ങൾ ഇങ്ങനെയൊന്നുമല്ല, ഞങ്ങൾ സാധാരണക്കാരെ പോലെയാണ് പ്രവർത്തിക്കുന്നത് ജീവിക്കുന്നത് എന്നൊക്കെ പറയുന്ന ഒരു മന്ത്രി. ഇത് പറയുമ്പോഴേ ഇന്ന് AKG മരിച്ചിട്ട് 48 വർഷമോ എത്രയോ ഒരു ദിവസമാണ്. ഒരു സാധാരണക്കാരനായ, വർഷം തെറ്റാണെങ്കിൽ ക്ഷമിക്കുക, അദ്ദേഹം മരിച്ച ഒന്ന് ഓർമ്മ ദിവസമാണ് AKGയുടെ. കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറഞ്ഞാൽ AKG, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരന് AKG ഒരു വികാരമാണ്. ഇപ്പൊ പ്രീത പറഞ്ഞു ഈ ബാഗ് തൂക്കി നടക്കുന്ന അവർക്ക് ഇഷ്ടമുള്ളത്. എത്ര രൂപയുടെ ബാഗ് എന്നാ പറഞ്ഞത്? അതായത് അതിന് ചുരുങ്ങിയതൊരു 35,000 തുടക്കത്തിൽ വരും. അല്ല, അതല്ലേ ഉള്ളൂ അല്ലേ? തുടങ്ങി അങ്ങ് കൂടും. അപ്പൊ അതിൽ അവരത് ഉപയോഗിച്ചാൽ തെറ്റ് പറയാനില്ല. കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി, അദ്ദേഹം പോകുന്ന കാറിന്റെ വില, ഇനി അടുത്ത ബുക്ക് ചെയ്തിരിക്കുന്ന കാർ, ഈ 10 മാസത്തിനകത്ത് അടുത്ത ബുക്ക് ചെയ്തിരിക്കുന്ന കാറ്, അദ്ദേഹത്തിന്റെ കൂടെ പോകുന്ന അകമ്പടി, ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ചു നോക്കുമ്പോൾ ഒന്നുമല്ല. അപ്പൊ പിന്നെ വീണ ജോർജിന് ബാഗ് തൂക്കാം. ഫാർ ബെറ്റർ ദാൻ പിണറായി. അതെ, സാരി എടുത്ത പിണറായി ബെറ്റർ. ഇതിൽ നമ്മൾ ഇത്രേ സംസാരിക്കുന്നുള്ളൂ. ഈ പറയുന്ന പോലെ നമുക്ക് ആശാ വർക്കർമാരെ ഈ പറയുന്ന കാര്യത്തിൽ കൊഞ്ഞനം കാണിക്കുന്ന, അതായത് അവർ സമരമിരിക്കുന്നതിന് എങ്ങനെയൊക്കെ കൊഞ്ഞനം കാണിക്കാം എന്ന് നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ മുഖ്യമന്ത്രിക്ക് ഇന്നലെ പറയേണ്ടി വന്നു, കേന്ദ്രം വീതം തരികയാണെങ്കിൽ ഇന്നലെ അനങ്ങാപ്പാറ മുഖ്യമന്ത്രി അനങ്ങിയിട്ടുണ്ട്. 2021-22 771.47 കോടി, 2022-23 1036.76 കോടി, 2023-24 189.15 കോടി എന്ന രൂപയൊക്കെ അനുവദിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ അനുവദിച്ച് 937 ഏതോ ചില്ലാണ് കോടിയാണ് അനുവദിച്ചിട്ടുള്ളത്. അതും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് എവിടെ പോയിട്ടാ പറയുന്നത്? ഏതായാലും നമുക്ക് ഈ പറയുന്ന കണക്കിലെ കള്ളം, ജനത്തിനെ പറ്റിക്കാൻ, ഇത് ഡേറ്റാസ് നിരത്തി
പഴയതുപോലെ ജനത്തിനെ പറ്റിക്കാൻ കഴിയില്ല എന്ന് ഉള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ വീണെടുത്ത് കിടന്ന് ഉരുണ്ടുകൊണ്ടിരിക്കുന്ന ഈ സംഗതി. ഇത് അവസാനം കരക്കെത്തി ഇതിനൊരു തീരുമാനം വരുമ്പോൾ തങ്ങൾ തോറ്റില്ല എന്ന് കാണിക്കേണ്ടത് സർക്കാരിന്റെ ഒരു ആവശ്യമായത് കൊണ്ടാണ് ഈ കാണുന്ന പൊറാട്ട് നാടകങ്ങൾ എന്ന് മാത്രമേ പറയാനുള്ളൂ.